وحده الصلاة والسلام على من لا نبي بعده. صحيح ترغيب والترهيب الكتاب الصلاة റുക്കൂഉം സുജൂദും അതുപോലെ ഖുശൂ എല്ലാം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതില്ലാതെ നിസ്കരിക്കുന്നതിൻ്റെ ഗൗരവത്തെ ഉറപ്പിക്കുന്ന ഹദീസുകളിൽ അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ ദഖലൽ മസ്ജിദ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫീ നാഹിയത്തിൽ മസ്ജിദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി മസ്ജിദിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് മസ്ജിദിലേക്ക് പ്രവേശിച്ച് ഫസല്ല, ആ വ്യക്തി നിസ്കരിച്ചു. നമുക്കറിയാം മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കണമെന്നുള്ളത്. അപ്പോൾ ആ വ്യക്തി മസ്ജിദിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നുണ്ട്. ثم جاء فسلم عليه. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് സലാം പറഞ്ഞു. فقال له رسول الله صلى الله عليه وسلم, ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക സലാം, സലാം വീട്ടി, ഇർജി ഫസല്ലി, നീ മടങ്ങിയിട്ട് വീണ്ടും നിസ്കരിക്ക്, ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. ഫസല്ല ثم جاء فسلم, പിന്നെയും പോയി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അയാൾ വീണ്ടും നിസ്കരിച്ചു. വീണ്ടും വന്ന് സലാം പറഞ്ഞു. ഫഖാല വഅലൈക സലാം, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമിന് മറുപടി പറഞ്ഞ് ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ വീണ്ടും പോയി നിസ്കരിക്കുക, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. അഥവാ നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിസ്കാരം ശരിയായിട്ടില്ല എന്നുള്ള വാക്കല്ല, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫസല്ല ثم جاء فسلم فقال, വീണ്ടും പോയി നിസ്കരിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക സലാം, വീണ്ടും സലാം പറഞ്ഞപ്പോൾ സലാം വീട്ടി. ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോവുക, നിസ്കരിക്കുക, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാല ഫി الثانية أو في التي تليها. അങ്ങനെ ഇതെല്ലാം എത്ര തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലിംനി യാ റസൂലല്ലാഹ്, റസൂലേ എനിക്ക് പഠിപ്പിച്ചു തരണം. വേറെ ചില റിവായത്തിൽ വല്ലദി ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി, നിങ്ങളെ ഹഖ് കൊണ്ട് അയച്ചവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം, എനിക്കിതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ അറിയില്ല, എനിക്കിതിനേക്കാൾ ശരിക്കും നിസ്കരിക്കാൻ അറിയില്ല, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഇല സ്വലാഹ്, നീ നിസ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ഫഅസ്ബിഗൽ വുദൂഅ, നീ വുദൂ പൂർണ്ണമായി എടുക്കുക, പൂർണ്ണമായി വുദൂ എടുക്കുക. ثم استقبل القبلة فكبر, പിന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നീ ഫകബ്ബിർ, അല്ലാഹു അക്ബർ എന്ന് പറയുക. ثم اقرأ ما تيسر معك من القرآن, പിന്നെ ഖുർആനിൽ നിന്ന് നിനക്ക് സാധിക്കുന്നത് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. അതിനുശേഷം ഖുർആനിൽ നിന്ന് നിനക്ക് എന്താണോ ഹിഫ്ദുള്ളത്, അതിൽ നിന്ന് നിനക്ക് ഓതാൻ കഴിയുന്നത് നീ പാരായണം ചെയ്യുക. ثم اركع حتى تطمئن راكعا, പിന്നെ നീ റുക്കൂ ചെയ്യുക, നീ റുക്കൂയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാകുന്നവരെ, ധൃതി പിടിച്ചിട്ടല്ലാതെ ആ റുക്കൂയിൽ ആ ഒരു മുന്നത്ത് ഉണ്ടാകുന്നത് വരെ, അതായത് ആ ഒരു അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുന്നവരെ നീ നല്ല രീതിയിൽ റുക്കൂ ചെയ്യുക. ثم ارفع حتى تستوي قائما, പിന്നെ അവിടെ നിന്ന് നീ ഉയരുക, നീ നേരെ നിൽക്കുന്നത് വരെ, അഥവാ ഇഅ്തിദാലിന് വേണ്ടി. ثم اسجد حتى تطمئن ساجدا, പിന്നെ നീ സുജൂദ് ചെയ്യുക, ആ സുജൂദിൽ ഒതുങ്ങി നിൽക്കുന്നവരെ, ധൃതി പിടിച്ച് നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞതുപോലെ കാക്കയോ കോഴിയോ എന്തെങ്കിലും കൊത്തിയെടുക്കുന്ന പോലെ അല്ലാതെ ആ സുജൂദിൽ നീ ഒതുങ്ങിയ ആ രൂപത്തിൽ ആയിക്കൊണ്ട് ചെയ്യുക. ثم ارفع حتى تطمئن جالسا, പിന്നെ നീ ആ സുജൂദിൽ നിന്ന് ഉയരുക, അതിൻ്റെ ഇടയിലുള്ള ആ ഇരുത്തത്തിൽ ഒതുങ്ങിയിരിക്കുന്നവരെ നീ ഇരിക്കുക. ثم اسجد حتى تطمئن ساجدا, വീണ്ടും നീ സുജൂദ് ചെയ്യുക, ആ സുജൂദിന്റെ രൂപത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ. ثم ارفع حتى تطمئن جالسا, വീണ്ടും അതിൽ നിന്ന് ഉയർന്ന് പിന്നെ നേരാവണ്ണം ഇരിക്കുക. ثم افعل ذلك في صلاتك كلها, അങ്ങനെ നീ നിസ്കാരം, അത് റക്അത്തായി, റക്അത്തിലുള്ള റുകൂഉം ഇഅ്തിദാലും സുജൂദും സുജൂദിന്റെ ഇടയിലൊക്കെ അങ്ങനെ മുഴുവൻ നിസ്കാരം മുഴുവൻ നീ ഇങ്ങനെ ചെയ്യുക. വേറെ റിവായത്തിൽ
ثم ارفع حتى تستوي قائما يعني من السجدة الثانية. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നും പിന്നെ പറഞ്ഞത് കാണാം. വേറെ റിവായത്തിൽ ഇത്ര കൂടിയുണ്ട്, ഫൈദാ ഫഅൽത ദാലിക്, നീ അങ്ങനെ ചെയ്താൽ ഫഖദ് തമ്മത് സ്വലാത്തുക വഇൻ ഇൻതഖസ്ത മിൻ ഹാദാ ഫഇന്നമാ ഇൻതഖസ്തഹു മിൻ സ്വലാത്തിക്, നീ ഈ രീതിയിൽ നിസ്കാരം നിർവഹിച്ചാൽ ആ നിസ്കാരം പൂർത്തിയായി. ഇതിലെന്തെങ്കിലും നീ കുറവുകളോ ന്യൂനതകളൊക്കെ വരുത്തുകയാണെങ്കിൽ നിന്റെ നിസ്കാരത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ ഹദീസ് വളരെ പ്രശസ്തമായിട്ടുള്ള നിസ്കാരം പഠിപ്പിക്കുന്ന വിഷയത്തിൽ മുസീഉസ്സല, നിസ്കാരം തെറ്റായി നിസ്കരിച്ച വ്യക്തി, ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് നിസ്കാരത്തിന്റെ അർക്കാനുകളും അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട പല മസ്അലകൾക്കും ദലീലായി ഉപയോഗിക്കാറുള്ള ഒരു ഹദീസ് കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന് മസ്ജിദിൽ കയറിയാൽ നിസ്കരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഈ ബാവുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കാരത്തിൽ സുജൂദ്, റുക്കൂഅ്, അതുപോലെ ഓരോ സന്ദർഭത്തിലും അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ആ നിസ്കാരം നിർവഹിക്കേണ്ടത്. അല്ലാതെ ധൃതി പിടിപ്പിച്ച് വേഗത്തിൽ റുക്കൂഅോ സുജൂദോ പൂർണ്ണമായി നിർവഹിക്കാത്തൊരവസ്ഥയിലായിരിക്കരുത് നിസ്കാരം. ഏറ്റവും ശരിയായ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു റിവായത്ത് കൂടിയുണ്ട്, ചില വാക്കുകൾ കൂടുതലുണ്ട്, അതൊന്ന് വായിക്കാം. وعن رفاعة بن رافع رضي الله عنه قال, ഈ റിവായത്ത് ഉദ്ധരിക്കുന്നത് رفاعة بن رافع رضي الله عنه ആണ്. അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഇദ് ജാഅഹു റജുലുൻ ഫദഖല അൽ-മസ്ജിദ ഫസല്ല, അങ്ങനെ ഒരു വ്യക്തി വന്ന് മസ്ജിദിലേക്ക് പ്രവേശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു. ഫദക്കറ അൽ-ഹദീസ് ഇലാ അൻ ഖാല ഫീഹി ഫഖാല റജുൽ ലാ അദ്രി മാ ഇബ്ത അലയ്യ, അങ്ങനെ നിസ്കരിച്ചു വീണ്ടും പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എനിക്ക് എന്താണ് എൻ്റെ കയ്യിലുള്ള കുറവ് എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഞാൻ ന്യൂനത വരുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ന്യൂനതകൾ കാണുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. فقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إنه لا تتم صلاة أحدكم حتى يسبغ الوضوء كما أمره الله تعالى, ഒരാളുടെ നിസ്കാരവും പൂർത്തിയാവുകയില്ല അള്ളാഹു പഠിപ്പിച്ചതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ അവൻ വുളു പൂർത്തീകരിക്കാതെ. ويغسل وجهه ويديه إلى المرفقين, അവൻ അവന്റെ മുഖവും കൈകളും മുട്ടുൾപ്പെടെയും കഴുകണം. ويمسح برأسه إلى الكعبين, അവനവന്റെ തല തടവുകയും അതുപോലെ തന്നെ ഞെരിയാൻ ഉൾപ്പെടെ കാലുകൾ കഴുകുകയും വേണം. ثم يكبر الله ويحمده ويمجده, പിന്നെ തക്ബീർ പറയും, അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും വേണം. അഥവാ സൂറത്തുൽ ഫാത്തിഹയെ ഓതുന്നതിന് ചില ഹദീസുകളിലെല്ലാം ഹംദ് ചെയ്യുക, തംജീദ് ചെയ്യുക എന്ന രീതിയിൽ മാത്രം പറയാറുണ്ട്. വയഖറഉ മിനൽ ഖുർആനി മാ അദിന അല്ലാഹു ലഹു ഫീഹി വതയസ്സർ, പിന്നെ ഖുർആനിൽ നിന്ന് അവൻ എന്താണ് സാധിക്കുന്നത് അത് പാരായണം ചെയ്യണം. ثم يكبر ويركع, പിന്നെ തക്ബീർ പറഞ്ഞുകൊണ്ട് റുക്കൂ ചെയ്യണം. فيضع كفيه على ركبتيه حتى تطمئن مفاصله وتسترخي, അവന്റെ കൈകൾ മുട്ടിന് മേൽ വെച്ച് അവൻ റുക്കൂ ചെയ്യണം, അതിൽ ഒതുങ്ങി നിൽക്കുന്നവരെ, അവന്റെ എല്ലാ അവയവങ്ങളും ഒതുങ്ങി നിൽക്കുന്നവരെ. ثم يقول سمع الله لمن حمده, പിന്നെ അവൻ سمع الله لمن حمده എന്ന് പറയണം. ويستوي قائما حتى يأخذ كل عظم مأخذه, പിന്നെ അവൻ നേരെ നിൽക്കണം ഓരോ അവയവവും അതിന്റെ സ്ഥാനത്തെത്തുന്നവരെ. ويقيم صلبه, അവന്റെ മുതുക് നിവർത്തണം. ثم يكبر فيسجد, പിന്നെ അവൻ തക്ബീർ പറയണം, പിന്നെ സുജൂദ് ചെയ്യണം. ويمكن جبهته من الأرض, അവന്റെ നെറ്റി ഭൂമിയിൽ നേരെ വെക്കുന്നവരെ. حتى تطمئن مفاصله وتسترخي, അവന്റെ അവയവങ്ങളെല്ലാം ഒതുങ്ങി നേരെ ആവണം നിൽക്കുന്നവരെ. സുജൂദ് അതിന്റെ രൂപത്തിൽ ചെയ്യണം. ثم يكبر فيرفع رأسه, പിന്നെ അവൻ തക്ബീർ പറഞ്ഞുകൊണ്ട് തല ഉയർത്തണം. ويستوي قاعدا على مقعدته, പിന്നെ അവൻ നേരാവണ്ണം അവിടെ ഇരിക്കണം, അവന്റെ മുതുക് നേരാക്കിക്കൊണ്ട്. ويقيم صلبه فوصف الصلاة هكذا حتى فرغ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ രൂപം വിശദീകരിച്ചു കൊടുത്തു. ثم قال, എന്നിട്ട് പറഞ്ഞു, لا تتم صلاة أحدكم حتى يفعل ذلك, ഇങ്ങനെ ചെയ്യാതെ ഒരാളുടെ നിസ്കാരം പൂർണ്ണമാവുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നിസ്കാരത്തിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുകയും അത് പിന്നീട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ എളുപ്പത്തിന് അതിന്റെ
ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരം ഏറ്റവും ശരിയായ രൂപത്തിലാകാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും അന്വേഷിക്കുകയും വേണം. ഇപ്പൊ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലാണ് ഒരാൾ നിസ്കരിക്കുന്നത്, പക്ഷെ അയാളുടെ നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരം പഠിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാതെ ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് എന്താണ്? എന്റെ നിസ്കാരം ശരിയാണെന്നാണ്. ആ വ്യക്തി ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല, എന്താ എന്റെ കുഴപ്പമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ കുഴപ്പം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല, നമ്മുടെ അറിവിന്റെ പരിമിതി ഉണ്ടാവും. അപ്പൊ അറിവുള്ളവരോട് ചോദിച്ചും പഠിച്ചും കൃത്യമായ നിസ്കാരം ശരിയായ രൂപത്തിൽ നിർവഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.